സുഹൃത്തുക്കളെ, വീഡിയോയിൽ നമ്മൾ സ്വരവിജ്ഞാനത്തിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇന്നുവരെ അറിയാത്ത ആ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ശരീരത്തിൽ നാഡികളുടെ എണ്ണം 72,000 ആണെങ്കിലും അവയെ ഒരിക്കലും ഞരമ്പുകളായി തെറ്റിദ്ധരിക്കരുത്. അവ പ്രാണവായു സഞ്ചരിക്കുന്ന പാതകളാണ്. ഇതിൽ നിന്ന് ഇട, പിംഗള, സുഷുമ്ന, ഗാന്ധാരി, ഹസ്തിജിഹ്വ, പൂഷ, യശസ്വിനി, അലംബുഷ, കുഹു, ശംഖിനി എന്നിങ്ങനെ 10 നാഡികൾ പുറപ്പെട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇതിൽ ആദ്യത്തെ 3 നാഡികളാണ് പ്രധാനമായവ. ഇടയെ ചന്ദ്രൻ എന്ന് വിളിക്കുന്നു. ഇത് ഇടത് നാസാരന്ധ്രത്തിലാണ്. പിംഗളയെ സൂര്യൻ എന്ന് വിളിക്കുന്നു. ഇത് വലത് നാസാരന്ധ്രത്തിലാണ്. സുഷുമ്നയെ വായു എന്ന് വിളിക്കുന്നു. ഇത് 2 നാസാരന്ധ്രങ്ങൾക്കും ഇടയിലാണ്. ലോകത്ത് സൂര്യനും ചന്ദ്രനും കൃത്യമായി അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നതുപോലെ ഇടയും പിംഗളയും ഈ ജീവിതത്തിൽ അവരവരുടെ കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ 3 കൂടാതെ മറ്റ് 7 പ്രധാന നാഡികളുടെ സ്ഥാനം ഇപ്രകാരമാണ്. ഗാന്ധാരി ഇടത് കണ്ണിൽ, ഹസ്തജിഹ്വ വലത് കണ്ണിൽ, പൂഷ വലത് ചെവിയിൽ, യശസ്വിനി ഇടത് ചെവിയിൽ, അലംബുഷ വായയിൽ, കുഹുലിംഗത്തിൽ, ശംഖിനി ഗുദത്തിൽ. ഇത്തരത്തിൽ ശരീരത്തിലെ 10 ദ്വാരങ്ങളിലായി 10 നാഡികളുണ്ട്. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസമെടുക്കുന്നത് അപൂർണമായ കാര്യമാണെന്നും അത് ജീവിതത്തിലെ പുരോഗതിയെ തടയുമെന്നും ഭാരതത്തിലെ ഋഷിമുനിമാർ പുരാതന കാലത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ പ്രാണായാമക്രിയകളുടെ രഹസ്യം തന്നെ നാഭി മുതൽ കുണ്ടലിനി വരെ പൂർണ്ണമായി ശ്വാസമെത്തുകയും 10 നാഡികളിലൂടെ പ്രാണൻ പ്രവഹിക്കുകയും ചെയ്യുക എന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 2 സ്വരങ്ങളും ഒരേ സമയം പ്രവർത്തിക്കില്ല എന്ന്. എന്നാൽ സ്വരം മാറുമ്പോൾ കുറച്ചു നേരത്തേക്ക് 2 സ്വരങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. അതിനെ സുഷുമ്നാ പ്രവാഹം എന്ന് വിളിക്കുന്നു. കടലിലെ തിരമാലകളിൽ സൂര്യനും ചന്ദ്രനും സ്വാധീനം ചെലുത്തുന്നതുപോലെ നമ്മുടെ ശ്വാസത്തിലും ഇവ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ശ്വാസത്തിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കും. സാധാരണയായി ഒരു നാസാരന്ധ്രത്തിലൂടെ 1 മണിക്കൂർ ശ്വാസം നടന്ന ശേഷം അത് മാറും. ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയിൽ സൂര്യോദയ സമയത്ത് ഇടാനാഡി അഥവാ ചന്ദ്രസ്വരം ഇടതായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതുപോലെ കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിൽ സൂര്യോദയ സമയത്ത് പിംഗളാനാഡി അഥവാ സൂര്യസ്വരം വലത് ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായി നടക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മികച്ചതാണെന്നതിന്റെ സൂചനയാണ്. സൂര്യന്റെ ഗുണം ചൂടും ചന്ദ്രന്റേത് തണുപ്പുമാണ്. തണുപ്പിൽ നിന്ന് സ്ഥിരത, ഗൗരവം, വിവേകം എന്നിവ ഉണ്ടാകുന്നു. ചൂടിൽ നിന്ന് തേജസ്, ശൗര്യം, ഉത്സാഹം, ബലം എന്നിവ ഉണ്ടാകുന്നു. ഏതൊരു പ്രവൃത്തിയുടെയും വിജയം അത് തുടങ്ങുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ജ്ഞാനികൾ ഒരു കാര്യം തുടങ്ങുന്നതിനു മുൻപ് തങ്ങളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ ആ കാര്യത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാറുണ്ട്. സ്വരയോഗികൾ പറയുന്നത് വിവേകപൂർണവും സ്ഥിരവുമായ കാര്യങ്ങൾ ചന്ദ്രസ്വരത്തിൽ ചെയ്യണമെന്നാണ്. വിവാഹം, ദാനം, പുതിയ വസ്ത്രം ധരിക്കുക, വീട് പണിയുക, മരുന്ന് നൽകുക, വ്യാപാരം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. എന്നാൽ ആവേശത്തോടും ഊർജത്തോടും കൂടി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സൂര്യസ്വരമാണ് ഉത്തമം. വ്യായാമം, നദി മുറിച്ചു കടക്കുക തുടങ്ങിയ കഠിനമായ കാര്യങ്ങൾ ഇതിൽ വരുന്നു. 2 നാഡികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുഷുമ്നാസ്വരം ആത്മീയമായ കാര്യങ്ങൾക്കും ഈശ്വര ആരാധനയ്ക്കും ഉത്തമമാണെന്നാൽ ലൗകിക കാര്യങ്ങൾക്ക് ഇത് ശുഭകരമല്ല. പ്രയാണം ചെയ്യുമ്പോൾ ഏത് സ്വരമാണോ പ്രവർത്തിക്കുന്നത് ആ വശത്തെ കാൽ ആദ്യം മുന്നോട്ട് വെച്ച് നടക്കുക. ദേഷ്യക്കാരനായ ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ പ്രവർത്തിക്കാത്ത സ്വരത്തിന്റെ വശത്തെ കാൽ ആദ്യം മുന്നോട്ട് വയ്ക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് ശ്വാസഗതി മാറ്റാനും സാധിക്കും. ശ്വാസം നടക്കുന്ന നാസാരന്ധ്രത്തിന്റെ വശം ചരിഞ്ഞുകിടന്നാൽ സ്വരം മാറും. ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം 21 ലക്ഷം തവണ ശ്വസിക്കുന്നു. കുറച്ച് ശ്വസിക്കുന്നവർ ദീർഘായുസ്സുള്ളവരായിരിക്കും. ഉദാഹരണത്തിന് ആമ, ടോട്ടോയ്സ് 1 മിനിറ്റിൽ 3 മുതൽ 4 പ്രാവശ്യം വരെ ശ്വസിക്കുന്നു. 150 വർഷമാണ് ആയുസ്. ലോകത്തിലെ ഏറ്റവും സമാധാനമായി ശ്വസിക്കുന്ന ജീവി തിമിംഗലം, വെയിൽ 1 മിനിറ്റിൽ 4 മുതൽ 5 പ്രാവശ്യം വരെ ശ്വസിക്കുന്നു. 80 മുതൽ 100 വർഷം വരെയാണ് ആയുസ്. വലിയ ശരീരമാണെങ്കിലും ശ്വസന നിരക്ക് വളരെ കുറവാണ്. മനുഷ്യൻ ഹ്യൂമൻ 1 മിനിറ്റിൽ 12 മുതൽ 16 വരെ ശ്വസിക്കുന്നു. 70 മുതൽ 80 വർഷം വരെയാണ് ആയുസ്. മിതമായ ശ്വസന നിരക്ക് ഇത് കുറയ്ക്കാൻ സാധിക്കും.
നായ ഡോഗ് 1 മിനിറ്റിൽ 20 മുതൽ 30 പ്രാവശ്യം വരെ ശ്വസിക്കുന്നു. 12 മുതൽ 15 വർഷം വരെയാണ് ആയുസ്. ഒരു ജീവിയുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗതയാണ് മെറ്റബോളിസം. വേഗത്തിൽ ശ്വസിക്കുന്നവർ എലി, മുയൽ തുടങ്ങിയ ചെറിയ ജീവികൾ വേഗത്തിൽ ശ്വസിക്കുന്നു. ഇവരുടെ മെറ്റബോളിസം വളരെ കൂടുതലാണ്. ഇത് കോശങ്ങളുടെ തേയ്മാനം വർദ്ധിപ്പിക്കുകയും ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നു. പതുക്കെ ശ്വസിക്കുന്നവർ ആമ, ആന തുടങ്ങിയവ വളരെ സാവധാനം ശ്വസിക്കുന്നു. ഇവരുടെ ശരീരത്തിലെ ഊർജ്ജ ഉപഭോഗം കുറവായതിനാൽ കോശങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നു. ഹൃദയമിടിപ്പും ശ്വാസവും ഹൃദയമിടിപ്പും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ഓരോ ശ്വാസവും ഹൃദയത്തിന് വിശ്രമിക്കാനുള്ള അവസരം നൽകുന്നു. ശ്വസനനിരക്ക് കുറയുമ്പോൾ ഹൃദയമിടിപ്പ് സാവധാനത്തിലാവുകയും ഹൃദയത്തിന്റെ ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ ദേഷ്യം, പേടി എന്നിവ ഉണ്ടാകുമ്പോൾ ശ്വസനനിരക്ക് കൂടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളിൽ ഹൃദയത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് തങ്ങളുടെ ശ്വസനത്തെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിശക്തിയുണ്ട്. യോഗയിലെ പ്രാണായാമം എന്ന കലയുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. ആഴത്തിലുള്ള ശ്വാസം ശ്വാസകോശത്തിന്റെ താഴത്തെ ഭാഗം വരെ ഓക്സിജൻ എത്തുമ്പോൾ ശരീരം കൂടുതൽ ഉന്മേഷഭരിതമാകുന്നു. മാനസികാരോഗ്യം ശ്വസനം സാവധാനത്തിലാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ഇത് സമ്മർദ്ദം, സ്ട്രെസ് കുറയ്ക്കുകയും ഹോർമോൺ ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പ്രകൃതി ഓരോ ജീവിക്കും നിശ്ചിത എണ്ണം ശ്വാസങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് കരുതുക. ആ ശ്വാസങ്ങൾ എത്രത്തോളം സാവധാനം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം കാലം ആയുസ് നീട്ടിക്കിട്ടും. സാധാരണ ജോലികൾ ചെയ്യുമ്പോൾ മിനിറ്റിൽ 12 തവണയും ഓടുമ്പോഴോ കഠിനമായി അധ്വാനിക്കുമ്പോഴോ 18 തവണയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ 36 തവണയും ശ്വാസം നടക്കുന്നു. ഇതുകൊണ്ടാണ് അമിതമായ കാമചിന്തയുള്ളവരുടെ ആയുസ് കുറയുന്നതെന്നും പ്രാണായാമം ചെയ്യുന്ന യോഗികൾ ദീർഘകാലം ജീവിക്കുന്നതെന്നും ശാസ്ത്രം പറയുന്നു. ശ്വാസമകത്തേക്കെടുക്കുന്നതിനേക്കാൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് നീളം കൂടുതലായിരിക്കും, ഏകദേശം 12 അങ്കുലം. ഈ ശ്വസനത്തിന്റെ വേഗതയും നീളവും കുറയ്ക്കുന്നതിലൂടെ ശരീരത്തിന്റെ ഊർജം ലാഭിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഉറങ്ങുമ്പോൾ ശ്വസനത്തിന്റെ നീളം 30 അങ്കുലം വരെയാകുന്നു. അതിനാൽ 6 മുതൽ 7 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നത് ആയുസ്സിന് അത്ര നല്ലതല്ല. ചുരുക്കത്തിൽ ഒരാൾ എത്രത്തോളം സാവധാനത്തിലും ആഴത്തിലും ശ്വസിക്കുന്നുവോ അത്രത്തോളം ആയുസ് വർദ്ധിക്കുമെന്നാണ് ഈ സ്വരവിജ്ഞാനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കേട്ട് വെറുതെ ഇരിക്കുമ്പോൾ കുറഞ്ഞ ശ്വാസം മാത്രമേ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ആയുസ് കൂടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ സംഭവിക്കില്ല. കാരണമൊന്നുമില്ലാതെ വെറുതെ ഇരുന്നാൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ദുർബലമാവുകയും രോഗങ്ങൾ വരികയും ചെയ്യും. അതിനനുസരിച്ച് ശ്വസനത്തിന്റെ വേഗത വളരെയധികം കൂടാൻ അത് കാരണമാകും. അതിനാൽ ശരീരത്തിന്റെ അവയവങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ പരിശ്രമം, അധ്വാനം, വ്യായാമം അത്യാവശ്യമാണ്. ശാരീരിക അവയവങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പരിശ്രമം ആവശ്യമാണ്. 250 വയസ്സുള്ള ഒരു ചൈനീസ് വൃദ്ധൻ തന്റെ ദീർഘായുസിന്റെ രഹസ്യമായി പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1. ഞാൻ അപൂർണമായി ശ്വസിക്കില്ലനാഭി ശ്വാസമെടുക്കും. 2. ഞാൻ നട്ടെല്ല് വളച്ചിരിക്കില്ല. 3. മോശമായ ചിന്തകളെ തലച്ചോറിൽ പ്രവേശിപ്പിക്കില്ല. ശ്വാസം എപ്പോഴും മൂക്കിലൂടെ തന്നെ എടുക്കണം. വായിലൂടെ എടുക്കുന്നത് ഒഴിവാക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സൂര്യസ്വരം പ്രവർത്തിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. അതിനാൽ ഭക്ഷണത്തിന് ശേഷം ഇടതുവശം ചരിഞ്ഞുകിടക്കാൻ പറയുന്നത് വലതുസ്വരം സൂര്യൻ പ്രവർത്തിക്കാനാണ്. മൂത്രമൊഴിക്കുമ്പോൾ ഇടതുസ്വരത്തിലും മലവിസർജനം നടത്തുമ്പോൾ വലതുസ്വരത്തിലുമായിരിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ ദൈർഘ്യമേറിയതിനാൽ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യുക.